ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കേരയുടെ തല കൊണ്ട് നല്ല കേരക്കറിയാണ്. അപ്പോൾ ഇത് തല കട്ട് ചെയ്യാതെ വേണമെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യാം, മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മളിന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പേ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിക്കോളാം. തുടങ്ങാം. തലക്കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അരപ്പ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു തക്കാളി 4 കഷ്ണമാക്കി ഇടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ കറി വയ്ക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ വെച്ചെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടി ആക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു 10-12 ഉണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിലെ വെള്ളമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെള്ളമൊക്കെ വലിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ മസാല വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് തരട്ടെ. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു 4 ചെറിയ കഷ്ണം കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 4-5 മിനിറ്റ് അടച്ച് വെച്ച് കഴിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പല കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് വലിയൊരു കേരയുടെ ഒരു തലയായിരുന്നു, 1 കിലോ ഉണ്ടായിരുന്നു. അതിനെ വെട്ടി കഷ്ണങ്ങളാക്കിയതാണ്. ഇതിലേക്ക് ചേർത്ത്. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചോളൂ. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഇപ്പോൾ നല്ല അടിപൊളി രുചിയിൽ നമ്മുടെ കേര തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.